ഏറ്റവും കുറഞ്ഞ ചെലവിലും സമയത്തിലും യാതൊരു പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ആഡ് ചെയ്യാത്ത നല്ലൊരു പ്ലം കേക്ക് ഈ ക്രിസ്മസിനായി നമുക്ക് വീട്ടിലുണ്ടാക്കാം. നമ്മുടെ മക്കൾക്ക് കെമിക്കൽസ് ഇല്ലാത്ത കേക്ക് തന്നെ ആവട്ടെ ഇപ്രാവശ്യം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മൈദ 1.5 കപ്പ്, ചായ കുടിക്കുന്ന ചില്ല് ഗ്ലാസ് ആയാലും മതി, അതിൽ 1.5 ഗ്ലാസ്, കപ്പായാലും ഗ്ലാസ് ആയാലും പിന്നീട് എടുക്കുന്ന എല്ലാതും ആ അളവിൽ തന്നെ എടുക്കണം. വെള്ളം 1 കപ്പ്, പഞ്ചസാര പൊടിച്ചത് 1 കപ്പ്, സൺഫ്ലവർ ഓയിൽ 3/4 കപ്പ്, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, സോൾട്ട് 1/2 ടീസ്പൂൺ, പട്ട ഗ്രാമ്പു പൊടിച്ചത് 1 ടീസ്പൂൺ, മുട്ട 2 എണ്ണം, ഉണക്കമുന്തിരി 1/2 കപ്പ്, ഈന്തപ്പഴം 1/4 കപ്പ്, കശുവണ്ടിപ്പരിപ്പ് 1/4 കപ്പ്, ടൂട്ടി ഫ്രൂട്ടി 1/4 കപ്പ്, ബദാം 1/4 കപ്പ്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ വാനില എസൻസോ, ഇനി അതില്ലെങ്കിൽ 1/2 കപ്പ് ഓറഞ്ച് നീരുമാണ്. പൊടിച്ചെടുത്ത പഞ്ചസാര ചൂട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനിലിട്ട് കാരമലൈസ് ചെയ്തെടുക്കണം. തീ നന്നായി നല്ല ഫ്ലെയിമിൽ വെച്ച് വേണം കാരമലൈസ് ചെയ്യുവാൻ, ഇല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. സ്പൂൺ കൊണ്ട് ഇളക്കാതെ ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ സ്പൂണിൽ പിടിക്കുന്നതും ഒഴിവാക്കാം. വളരെ പെട്ടെന്ന് തന്നെ നല്ല ഫ്ലെയിമിൽ പഞ്ചസാര ഇതുപോലെ അലിയാൻ തുടങ്ങും. ഒരുപാട് കരിയിക്കാതെ ഈ കളറാവുന്നതോടുകൂടി നമ്മൾക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പഞ്ചസാര കുറച്ചൊന്ന് കട്ടിയാകും. തീ നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായി ഇളക്കി കൊടുത്താൽ അത് അലിഞ്ഞു കിട്ടും. വെള്ളം ഒഴിക്കുമ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിക്കണം. ഇതുപോലെ നന്നായി ഇളക്കി അതിലുള്ള കട്ടയെല്ലാം ഉടച്ചെടുക്കണം. നന്നായി കുറച്ചു നേരം ഇളക്കിയതിന് ശേഷം അതിലേക്ക് 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ചേർക്കണം. മുന്തിരി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് ഇത് വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മാവ് തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ അരിപ്പ വെച്ച് അതിലേക്ക് 1.5 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ കറുവാപ്പട്ട ഗ്രാമ്പു പൊടിച്ചതും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി ചേർക്കണം. ഇനി നമ്മൾ മാറ്റിവെച്ച പഞ്ചസാര ലായനിയിലേക്ക് ചേർക്കാനുള്ള ബാക്കി ഐറ്റംസ് നോക്കാം. ഇതിൽ ചൂടോടുകൂടി ഒന്നും ചേർക്കരുത്. ചൂടാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഈത്തപ്പഴവും
ടൂട്ടി ഫ്രൂട്ടിയും കശുവണ്ടിപ്പരിപ്പും ബദാമും ചേർക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇത് നന്നായി ഇളക്കി ചേർക്കണം. ഇനി ഇതിലേക്ക് 2 മുട്ട ഒരു ഗ്ലാസ്സിലൊഴിച്ച് നന്നായി ഉടച്ച് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് യോജിപ്പിക്കണം. മുട്ട ഒഴിച്ച് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസോ ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ വാനില എസൻസോ ചേർത്ത് നന്നായി ഇളക്കണം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിച്ചു വച്ചിരിക്കുന്ന മൈദപ്പൊടിയുടെ പകുതിയോളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സായി കഴിഞ്ഞാൽ ബാക്കിയുള്ള പകുതി മൈദമാവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഇളക്കി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ മാവ് കിട്ടും. ഇതിലൊട്ടും വെള്ളം കൂടരുത്. വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ ഒരല്പം നേരിയ ചൂടുള്ള വെള്ളം ചേർക്കാം. ഇനി ഇത് ബേക്ക് ചെയ്ത് എടുക്കാനായി ഒരല്പം പരന്ന പാത്രത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ വേവാനായി ഒരുപാട് സമയമെടുക്കും. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലാണ് ഇത് ഉണ്ടാക്കാനായി ഒഴിച്ചു കൊടുക്കുന്നത്. പ്ലേറ്റിൽ ആദ്യം ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ നന്നായി സൈഡിലും അടിഭാഗത്തും പുരട്ടിയതിന് ശേഷം ബട്ടർ പേപ്പർ ഇടുന്നതാണ് നല്ലത്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ നന്നായി പുരട്ടി കൊടുത്താലും മതി. പ്ലേറ്റിൽ ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം മാവ് മുഴുവനായും അതിലേക്ക് ഒഴിച്ച് ചേർക്കാം. മീതെ കശുവണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയോ ഇട്ട് അലങ്കരിക്കാം. ഇതുപോലെ ഉപയോഗിക്കാത്ത നോൺ സ്റ്റിക്ക് പാനോ മറ്റേതെങ്കിലും പാത്രങ്ങളോ ഉണ്ടെങ്കിൽ ഗ്യാസിൽ വെച്ച് നല്ല ഫ്ലെയിമിൽ പാൻ നന്നായി ചൂടാവണം. ഉള്ളിൽ നിന്ന് പുക വരാതെ നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലേറ്റ് ഒരു സ്റ്റാൻഡ് വെച്ച് അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ വേവിക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് ഇത് വെന്തോ എന്ന് ഈർക്കിളി കൊണ്ടോ മറ്റെന്തെങ്കിലും കോല് കൊണ്ടോ ഒന്ന് കുത്തി നോക്കിയാൽ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നന്നായി വെന്ത് പാകമായിട്ടുണ്ടാവും. സൈഡ് ഇതുപോലെ നൈഫ് കൊണ്ടോ ബട്ടർ നൈഫ് കൊണ്ടോ ഒന്ന് അകത്തിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി അടിയിലുള്ള ബട്ടർ പേപ്പർ മാറ്റിയെടുക്കാം. പിന്നീട് വീണ്ടും പഴയതുപോലെ വെച്ച് ആവശ്യത്തിന് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി കറക്റ്റ് പാകത്തിൽ ബേക്കായി കഴിഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ